മൂവാറ്റുപുഴ നഗരസഭ മാലിന്യ സംസ്കരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുഗതാഗത വാഹനങ്ങളിൽ ബോധവൽക്കരണ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ നഗരസഭ മാലിന്യ സംസ്കരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ സഹകരണത്തോടെ നഗരസഭയിലെ പൊതുഗതാഗത വാഹനങ്ങളിൽ പതിപ്പിക്കാനുള്ള ബോധവൽക്കരണ സ്റ്റിക്കറുകൾ വിതരണം ചെയ്തു. ബോധവൽക്കരണ സ്റ്റിക്കർ ബസ്സിലും ഓട്ടോയിലും പതിപ്പിച്ചുകൊണ്ട് നഗരസഭാ അധ്യക്ഷ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കൗൺസിൽ തുടങ്ങി വെച്ച ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ഈ ഒരു നഗരസഭാ കൗൺസിൽ കടക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ചെറിയ പദ്ധതി മാത്രമാണിത്. KSWMB സഹകരിച്ച മൂവാറ്റുപുഴ നഗരസഭ ഇത് നാളെയുടെ കൂടി നഗരമാണ്, മലിനമാകാതെ സഹകരിക്കുക. ഇത് നല്ലൊരു സന്ദേശമാണ് നമ്മൾ വാഹനങ്ങളിലൂടെ പ്രചരിപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ ഓട്ടോറിക്ഷയിൽ നമ്മൾ ഇത് ലേബൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബസ്സുകൾ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളിൽ ഇത് ലേബൽ ചെയ്യുന്നു. ഇത് എല്ലാ വ്യക്തികൾക്കും ഡ്രൈവർമാർക്കും നമ്മളിത് നഗരസഭയിൽ നിന്ന് തന്നെ ഈ ഒരു സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പങ്കുവയ്ക്കുവാനായിട്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. KSWMB 35 കോടി രൂപയുടെ നഗരസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതിയുടെ അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ്, പ്രോജക്റ്റ് അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ്. ഈ 35 കോടി രൂപയുടെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂവാറ്റുപുഴ നഗരസഭയെ പൂർണ്ണമായും മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റി മറ്റ് നഗരസഭകൾക്ക് മാതൃകയാക്കുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് നാളെയുടെ കൂടി നഗരമാണ്, മലിനമാക്കാതെ ഇന്നേ സഹകരിക്കുക എന്ന് പോസ്റ്ററുകളിൽ ആലേഖനം ചെയ്ത നഗരസഭയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും മാലിന്യമുക്ത മൂവാറ്റുപുഴ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും ഈ പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രജിത P, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജിനു ആന്റണി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ, ജനപ്രതിനിധികളായ മനോജ് B, സജി ചാത്തങ്കണ്ടത്തിൽ, മനു പോൾ, ഷബീന TE, ഷിത റാണി തോമസ്, ബിസ്മി സാബിദ്, മുഹമ്മദ് ചെറുകപ്പള്ളി, ജാസ്മിൻ ഉമ്മർ, നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറി ഷീല S, ക്ലീൻ സിറ്റി മാനേജർ നൌഷാദ് A, നഗരസഭാ ഉദ്യോഗസ്ഥർ, KSWMB ഉദ്യോഗസ്ഥർ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ, വിവിധ ബസ് ഉടമ സംഘടനകൾ, ഓട്ടോ തൊഴിലാളി സംഘടനകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനിയ മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.